പാതിരാത്രി വരെ കാത്തിരുന്നാലും സന്തോഷ വാർത്ത കേൾക്കാനായില്ലേ? ഇപ്പൊ ഒന്ന് മനസ്സിലായി. ഒന്നിന്റെ തുടക്കം മറ്റൊന്നിന്റെ അവസാനം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. നാലപ്പാട്ട് നാരായണ മേനോന്റെ വരികളാ എനിക്ക് ഓർമ്മ വരുന്നത്. അനന്തമജ്ഞാതം അവർണ്ണനീയമീ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്നു മർത്യൻ, കഥ എന്ത് കണ്ടു. പാവം, അവരെന്തറിയുന്നു. എന്നെ കെട്ടിയിട്ടിരിക്കുന്നേ, ഞാൻ എവിടെയാ? ആരാ ആരാ നിങ്ങളൊക്കെ? ആരാ നീ? ചോദിച്ചത് കേട്ടില്ലേ? നീ ആരാന്ന്? എന്തിനാ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ആരാ നിങ്ങളൊക്കെ? ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. മര്യാദയ്ക്ക് കെട്ടഴിച്ചുവിട്, ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീയൊക്കെ അറിയും. എന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? കൊള്ളാം, ഇങ്ങനെ ചോദ്യം ശരങ്ങളായിട്ട് എറിയാതെ ആന്റി. ഓരോന്നോരോന്നായിട്ട് ചോദിക്കേ, അവർക്ക് ഉത്തരം പറയാനുള്ള ഗ്യാപ്പ് കൊടുക്കാണ്ടി. ഞാൻ ഊഹിച്ചു നീ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലെന്നു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ആജ്ഞാനുവർത്തികളും വിധേയരും സ്തുതിപാലകരുമാണല്ലോ ഏറ്റവും കൂടുതൽ. പ്രതിയോഗികൾ വളരെ കുറവ്. നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രതിയോഗികൾ നാഗമടത്തുകാർ മാത്രം. എന്തിനാ നീ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതോ നീയും നിന്റെ അനുജത്തിയും എന്റെ മക്കളുടെ കൈകൊണ്ട് മരിക്കണമെന്ന് എവിടെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടോ? ഇതിനുള്ള ധൈര്യവും മനക്കെട്ടിയും കഴിവും പ്രതികാരദാഹവും എനിക്ക് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയോടുണ്ട്. ഞാൻ അവസരം കാത്തിരിക്കായിരുന്നു. സൂര്യഗ്രഹണം അല്പനേരത്തേക്കേ ഉള്ളൂ. നീ എന്നോട് കാണിച്ച ഈ അഹങ്കാരത്തിന് നീ നൽകേണ്ടി വരുന്ന വില
എന്റെ മുമ്പിലിരുന്ന് ജീവന് വേണ്ടി കെഞ്ചുന്ന അഖിലാണ്ടേശ്വരിയെ കാണാനാ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. നിന്റെ വാളിനോ തോക്കിനോ ഇരയായി എന്റെ പ്രാണൻ പോകേണ്ട അവസ്ഥ വന്നാലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി നിന്നോടൊന്നല്ല, ആരോടും യാചിക്കില്ല. കാരണം ധൈര്യം തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ എന്റെ പാരമ്പര്യ പൈതൃക സമ്പത്താ. എന്നാൽ ഇപ്പൊ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്താ ഭയം തോന്നുന്നത്. നിന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്നോർത്ത് എന്റെ ഉള്ളിൽ ഞെട്ടുകയാ. കാരണം തൃച്ചംബരത്ത് എന്നെ കാണാനില്ലാതെ വരുമ്പോ എന്റെ മക്കൾ ആദ്യം തേടി വരുന്നത് നിന്നെയാ. അന്ന് ഒരു കുറ്റബോധം ഉണ്ടാവുള്ളൂ അഖിലാണ്ടേശ്വരിക്ക്. അത് നിന്നെ കൊന്നതിലല്ല, ഒരു ശാപജന്മത്തെ കൊന്നതിന്റെ പേരിൽ എന്റെ മക്കളെ വിസ്താരക്കൂട്ടിൽ നിർത്തേണ്ടി വന്നതിൽ. അതല്ല ഞാൻ ആലോചിക്കുന്നത്. നീ ഇത്ര മണ്ടിയാണോ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ കാണാതായ തൃച്ചംബരത്തുനിന്ന് ആരും തേടി വരില്ല എന്ന് വിചാരിച്ചോ നീ? ഗംഗേ, കേട്ടില്ലേ? കേട്ടു. ഈശ്വര, പേരിനെങ്കിലും ഇവൾക്കൊരൽപ്പം ബുദ്ധി കൊടുക്കണേ. ആന്റി പറഞ്ഞത് ശരിയാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ പോലൊരാളെ ഇങ്ങനൊരു സുപ്രഭാതത്തിൽ കാണാതാവുമ്പോ ഈ നാടിളകും. അഖിലാണ്ടേശ്വരിയുടെ സ്വാധീനത്തിൽ പോലീസുകാര് മുക്കിലും മൂലയിലും വല വീശും. പക്ഷെ ഇതൊക്കെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഇല്ലെങ്കിലല്ലേ? ഉണ്ടെങ്കിലോ? രാജരാജേശ്വരി. എന്താകല, നീ എന്നിവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാൻ ആരാണെന്നും എന്താണെന്നും നീ മറന്നിട്ടില്ല. അതാ എന്നെ കണ്ടപ്പോ നീ പോലും അറിയാതെ രാജരാജേശ്വരി എന്ന് നിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചത്. ഇനി മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം പിന്നീട്. ഇപ്പൊ നിന്റെ മനസ്സിൽ ഉദിച്ചു വന്ന ചോദ്യത്തിന് ആദ്യം ഞാൻ മറുപടി പറയാം. അതെ, ഞാനെങ്ങനെ തൃച്ചംബരത്തായെന്ന്.
നിന്റെ ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് അസൂയയും അത്ഭുതവും തോന്നുകയാണ്. കാരണം ഇങ്ങനെ ഒരു അപകടമുണ്ടായിട്ട് പോലും നിന്റെ മുഖത്ത് നേരിയൊരു ഭയം പോലുമില്ല. നിന്റെ ഈ ധൈര്യം നിനക്കൊരലങ്കാരമാണ്. അത് തൃച്ചംബരത്ത അഖിലാണ്ടേശ്വരി എന്ന കുലീനയായ തറവാട്ടുകാരിക്ക് ഭൂഷണവുമാണ്. എന്നെ അറിയോ? ഞാൻ രാജരാജേശ്വരി. എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന നിന്റെ കോടികളുടെ സമ്പത്തും നിനക്കുള്ള സാമൂഹ്യ ബന്ധങ്ങളും നിന്റെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന ആജ്ഞാനുവർത്തികളും നിന്റെ വീരന്മാരായ മക്കളും ഒന്നും ഈ രാജരാജേശ്വരിക്ക് പ്രശ്നമല്ല. ഇനി അങ്ങോട്ടുള്ള മത്സരം ഞാനും നീയും തമ്മിലാണ്. നീ അബോധാവസ്ഥയിലാണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നുമില്ല. മയക്കുമരുന്നിന്റെ ചിറകിൽ നീ പറന്നു നടക്കുക. പക്ഷേ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അംഗം കുറിക്കുമ്പോൾ അതിന്റെ നിയമങ്ങൾ പ്രസ്താവിക്കും. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. നമ്മൾ തമ്മിലുള്ള അംഗത്തിൽ ആദ്യത്തേത് ഞാൻ നീയാകുന്നു, നീ ഞാനുമാകുന്നു. എങ്ങനെ, സമ്മതിച്ചോ? സമ്മതിക്കാതെ തരവില്ലല്ലോ. ഞാൻ നീയാകുമ്പോ എനിക്ക് ചിലതൊക്കെ പഠിക്കാനുണ്ട്. നിന്റെ വസ്ത്രധാരണം, ശരീരഭാഷ, പൊട്ടുകുത്ത് എന്ന് വേണ്ട, നിന്റെ ചില മാനറിസംസ് വരെ. അതേറെക്കുറെ പഠിക്കാൻ നീ മയക്കം വിട്ടുണരും മുൻപുള്ള ഈ ചില മണിക്കൂറുകൾ മതി എനിക്ക്. കുലമഹിമയും പ്രൗഢിയും കാത്തു സൂക്ഷിക്കുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഈ കിടപ്പ് കണ്ടില്ലേ? നീ അബോധാവസ്ഥയിലായതല്ല, ഞാൻ ആക്കിയതാ. ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്താൽ അബോധാവസ്ഥയിലാക്കിത്തരുന്ന ഹോസ്പിറ്റലുകളുണ്ട് ഈ നാട്ടിൽ. 6 മണിക്കൂർ നിന്നെ അബോധാവസ്ഥയിലാക്കാൻ എനിക്ക് അത് ചെയ്യേണ്ടി വന്നു. ഡോക്ടറെ, അഖിലയുടെ സെഡേഷൻ മാറാൻ ഇനി എത്ര സമയമെടുക്കും? ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും വേണ്ടിവരും മാഡം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ? ബ്രെയിനിലൊരൽപ്പം ബ്ലഡ് കോട്ടിംഗ് ഉണ്ട്. കുറച്ചു നാളത്തേക്ക് ആഴ്ചയിലൊരിക്കൽ വന്ന് ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വരും. എന്നാ ഇനി വൈകിക്കണ്ട. ഈ രാജരാജേശ്വരി തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയായി മാറുന്നു. ശരി മാഡം.
അമ്മയ്ക്ക് ബോധം വന്നു എന്ന് മക്കളെ ഒന്ന് അറിയിച്ചേക്ക്. ശരി മാഡം. മാഡം, ഇത് അഖിലാണ്ടേശ്വരിയുടെ ഫോണാ. ഓ, വെരി ഗുഡ്. ശരി മാഡം. ഓക്കെ. സംഭവിച്ചതെല്ലാം നല്ലതിന്. എന്താ ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഒരുവിധം മനസ്സിലായി കാണും അല്ലെ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഞാൻ കൊതിച്ച ആഡംബര ജീവിതം കാലം തന്നത് നിനക്കായിരുന്നു. കാലത്തിന്റെ വിധിയെ മാറ്റിയെഴുതിക്കൊണ്ട് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായി ആ ആഡംബര ജീവിതം ഞാൻ ജീവിച്ചു തീർക്കാൻ പോവാ. ഇനി ഈ കാരാഗ്രഹത്തിൽ കിടന്ന് കുറച്ചു കാലം നിന്ന് അരകിക്ക്. അതിനുശേഷം സുഖകരമായൊരു മരണം നിനക്ക് ഞാൻ ദാനമായി തരും. എന്റെ വിധി തീരുമാനിക്കാൻ സർവേശ്വരനല്ലാതെ മറ്റൊരാൾക്കും അധികാരമില്ല. പക്ഷേ നിന്നെ കാത്തിരിക്കുന്ന വിധിയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് തന്നെ ഭയം തോന്നുക. കണ്ടില്ലേ, കെട്ടി വരിഞ്ഞിട്ടിരിക്കുമ്പോഴും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ശൗര്യം. ഇതാണ് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ആന്റി, ദേ ഈ നിൽക്കുന്ന ടെസ്സെ കണ്ടോ? ഇവളുടെ രൂപം പോലെ തന്നെയാ ഇവളുടെ പ്രവൃത്തി. 7 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്നിട്ടാ വന്നേ. കയ്യബദ്ധം പറ്റി ഭർത്താവിനെയോ അമ്മായിയമ്മയോ കൊന്നിട്ടല്ല. മീൻ മാർക്കറ്റിൽ കൊട്ടേഷൻ ഏറ്റെടുത്ത് 3 പേരെ ഒരുമിച്ച് കൊന്ന കേസിലാ. ഇപ്പോ ഞാൻ ആടാൻ ആഗ്രഹിച്ച വേഷം ആടിത്തകർക്ക് തൃച്ചംബരത്ത്. എന്റെ ആട്ടം തീരുമ്പോ നീ നിന്റെ പേരിന് മുന്നിൽ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന തൃച്ചംബരം എന്ന തറവാട്ടു പേരുണ്ടല്ലോ, അത് പിന്നെ ഉണ്ടാവില്ല. ആസ്തിവാരം ഇളക്കിയിരിക്കും ഞാൻ. ആന്റി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോ ആന്റി ഇവൾ അഴിച്ചുവിടും. ഞാൻ പറഞ്ഞല്ലോ ഇവൾ ആരാണെന്ന്. ടെസ, ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാ. ഇതുവരെ ഒന്നിനും ഒരു കുറവും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ശരി മാഡം. പറഞ്ഞത് മനസ്സിലായല്ലോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. ഈ വേഷപ്പകർച്ചയിൽ ആട്ടക്കാരി ഞാനും കാഴ്ചക്കാരി നീയും. കണ്ട് കണ്ണീര് പൊഴിച്ച് ഒടുവിലെ കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് എനിക്ക് കാണണം. ഹ്.